നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഇന്നത്തെ അരങ്ങേറ്റ മത്സരം രാത്രി ന്യൂജേഴ്സിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ബ്രസീലിയൻ സമയം വൈകിട്ട് 7 മണിക്ക്. അവിടുത്തെ ആരാധകരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കളിക്ക് മുന്നിലിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ബ്രസീലിയൻ ആരാധകരും ടി വിക്ക് മുമ്പിൽ അവരുടെ കളി കാണാൻ വേണ്ടിയിരിക്കും. കാനറികളുടെ കിടലനൊരു പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സമയം നമുക്ക് പറയുമ്പോൾ നാളെ പുലർച്ചെ 3:30 ഈ കളി. മൊറോക്കോയാണ് എതിരാളികൾ. മൊറോക്കോ ശക്തമായ ടീമാണ്. ഒരു തർക്കമായി വേണ്ട. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി കടന്നുകൊണ്ട് പറയുകയല്ല, അവരുടെ ടീമിലെ ഓരോ പ്ലെയേഴ്സും ഇപ്പോൾ മികച്ച താരങ്ങളാണ്, വമ്പൻ ക്ലബ്ബുകളിലെ താരങ്ങളാണ് എന്നത് മാത്രമല്ല, യൂത്ത് ഫുട്ബോളിലൊക്കെ അവർ ലോക ചാമ്പ്യന്മാരൊക്കെയാണ്. അങ്ങനെ വരുന്നൊരു ടീമാണ്. കാർലോ അഞ്ചലോട്ടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മൊറോക്കോക്കെതിരെയുള്ള കളി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, കളി എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഉത്തരം, ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് വിൽ ബി എ വെരി വെരി ബ്യൂട്ടിഫുൾ മാച്ച് ടു വാച്ച്. ആരാധകർക്ക് കാണാൻ അഴകുള്ളൊരു സുന്ദരമായ പോരാട്ടമായിരിക്കും ഇത്. ഞാൻ എൻ്റെ ടീമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മൊറോക്കോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. വളരെ ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. അവരിൽ പലരും യൂറോപ്പിൽ കളിക്കുന്നവരാണ്. യൂറോപ്യൻ ഫുട്ബോളിൽ വലിയ സക്സസ് ഉണ്ടാക്കിയ താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ടീമിനോട് ഞങ്ങൾക്കൊരുപാട് ബഹുമാനമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മത്സരമായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് ഓഡിയൻസിൻ്റെ കാര്യത്തിലാണ്. കളി കാണാനിരിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പോരാട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബ്രസീലിയൻ ടീം മികച്ച പ്രകടനം നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിരവധി ബ്രസീലിയൻ ഫാൻസിനെ ഞാൻ ഇന്ന് സ്റ്റേഡിയത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മൊറോക്കൻ ഫാൻസും ഉണ്ടാകും എന്നുള്ളതും എനിക്കറിയാം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം മൊറോക്കോ ടീമിനെ വിശദമായിട്ട് വിലയിരുത്തുന്നുണ്ട്. മൊറോക്കോ ഒരു വെരി വെൽ ഓർഗനൈസ്ഡ് ടീമാണ്. അവർക്ക് എല്ലാ ആസ്പെക്റ്റിലും നല്ല ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട്. അപ്പം ഒരു കംപ്ലീറ്റ് ഗെയിം എല്ലാ ആസ്പെക്റ്റിലും കളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിജയിച്ച് കയറാൻ പറ്റുകയുള്ളൂ. സോ ഈ കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഡിഫെൻസീവ്ലി നമ്മൾ സോളിഡായിട്ട് നിൽക്കണം. ഒഫെൻസീവ്ലി നമ്മൾ മികച്ച ക്ലിനിക്കൽ ടച്ച് കാണിക്കണം. ട്രാൻസിഷനിലും നമ്മൾ ആ ഒരു വേഗതയും മറ്റു കാര്യങ്ങളുമൊക്കെ പിടിക്കണം. അപ്പം നമ്മൾ ഡിഫെൻസീവ് ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡായിരിക്കും ബോളിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, നമുക്കും ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നല്ല പോരാട്ടം നടക്കണം. മോഡേൺ ഫുട്ബോളിൽ ഒരു ചെറിയ ടീം, ഒരു വലിയ ടീമൊന്നുമില്ല. മൊറോക്കോ ആഫ്രിക്കയിലെ മികച്ച ടീമുകളിലൊന്നാണ്. അവർ അവിടുത്തെ റണ്ണറപ്പോ അല്ലെങ്കിൽ ചാമ്പ്യൻസോ ഒക്കെയാണ് ആഫ്രിക്കൻ കപ്പിൽ. അത് അഞ്ചലോട്ടി പറയാനുള്ള കാരണം അറിയാലോ. ആഫ്കോൺ പറയുമ്പോൾ ഇപ്പോൾ അതാണ് പ്രശ്നം. ആരാണ് ചാമ്പ്യന്മാർ, ആരാണ് റണ്ണേഴ്സപ്പോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആഞ്ചലോട്ടി പറയുന്നു അവരവിടെ റണ്ണറപ്പോ അല്ലെങ്കിൽ ചാമ്പ്യന്മാരോ ഒക്കെയാണ്. ആ ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അവർ വളരെ വെരി വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു സ്ട്രോങ് ടീമാണ്. അവർക്കെതിരെ ഒരു നല്ല പോരാട്ടം നടത്തിയെങ്കിലും മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്ന് ആഞ്ചലോട്ടി പറയുന്നു. അപ്പോൾ ഇന്നത്തെ കളി എങ്ങനെയാണെന്നുള്ളത് ആഞ്ചലോട്ടി പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാ ആസ്പെക്റ്റിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം നടക്കും. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി ഒപ്പം ട്രാൻസിഷനിലും വെൽ അവെയർ ആയിരിക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കളിയാണ് നടക്കാൻ പോകുന്നത് എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നു. കാത്തിരിക്കാം ഇന്നത്തെ ഒരു സൂപ്പർ പോരാട്ടം കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.